മലയാളികൾക്ക് ഏറെ പരിചിതമായ സിറ്റ്കോം സീരിയലുകളിൽ ഒന്നാണ് ഫ്ലവേഴ്സിലെ ചക്കപ്പഴം. ഇതിലെ താരങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ചക്കപ്പഴത്തിലെ നാത്തൂന്മാർക്ക് സംഭവിച്ചത് ഇപ്പോൾ ചർച്ചയാകുന്നു. കൂട്ടുകുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന സീരിയലിൽ പരസ്പരം നാത്തൂന്മാരായി അഭിനയിക്കുന്നവരാണ് അശ്വതി ശ്രീകാന്തും ശ്രുതി രജനീകാന്തും. ചക്കപ്പഴം സീരിയലിലെ ഉത്തമന്റെ ഭാര്യ ആശയായി അശ്വതി ശ്രീകാന്തും ഉത്തമന്റെ സഹോദരി പൈങ്കിളിയായി ശ്രുതി രജനീകാന്തും സീരിയലിലെത്തുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്തമായ വീഡിയോകളിലൂടെ ഇരുവരും നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ ഏറെ ചർച്ചയാകുന്നു. കുറെ കാലമായി ഇരുവരെയും അലട്ടുന്ന ചില പ്രശ്നങ്ങളാണ് ഇരുവരും തുറന്നു പറഞ്ഞത്. ഈ നാത്തൂന്മാർക്ക് എന്തുപറ്റി എന്ന ആശങ്കയിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ശ്രുതി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ആരോഗ്യകാര്യങ്ങൾ പങ്കുവച്ചത്. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. പൊതുവെ ഏറെ വണ്ണം വയ്ക്കാത്ത ശരീരപ്രകൃതിയാണ് ശ്രുതിയുടേത്. പലരും ഇതിനെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണെന്നും അതോ ഏതോ മാരകമായ അസുഖത്തെ തുടർന്നാണ് എന്നും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുവെ എല്ലാ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ശ്രുതി. ഭക്ഷണത്തിന്റെ കുറവ് ഒരിക്കലും തൻ്റെ ശരീരപ്രകൃതിക്ക് കാരണമായിട്ടില്ല. എന്നാൽ ഒരു സമയത്ത് ഒരു ഭക്ഷണവും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി. എന്തു കഴിച്ചാലും വൊമിറ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്ന് താരം പറയുന്നു. പിന്നീട് അതിൻ്റെ കാരണം ഒരിക്കൽ കഴിച്ച ഭക്ഷണത്തിൽ ചേരുവയായി ചേർത്ത ഒരു പ്രത്യേകതരം മുളകാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറെ പണിപ്പെട്ടു. ഏറെ ചികിത്സകൾക്ക് ശേഷം തൻ്റെ കുടലിനുള്ളിൽ ഈ ആഹാരം കാരണമുണ്ടായ പൊള്ളനാണെന്നും അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും കണ്ടെത്തി. അത് സാവധാനമേ ഉണങ്ങുവെന്നും എന്നാലും തൈരും ചോറും മാത്രമാകും തുടർന്നും കഴിക്കാൻ കഴിയുകയെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇത് തന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തു. ഈ സമയത്ത് തൻ്റെ ആരോഗ്യവും എനർജിയും എല്ലാം വല്ലാതെ കുറയുകയും ചെയ്തു. പിന്നീട് പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചത് അച്ഛൻ തന്നെയാണെന്നും ശ്രുതി പറയുന്നു. മറ്റാഹാരങ്ങൾ കഴിച്ചു തുടങ്ങിയതോടെ ആദ്യ ദിവസങ്ങളിൽ പഴയതുപോലെയായിരുന്നെങ്കിലും പിന്നീട് കഴിക്കാമെന്നായി. സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതുൾപ്പെടെ നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ശ്രുതി രജനീകാന്തിൻ്റെ വീഡിയോ ലഭ്യമാണ്. അതേസമയം ലൈഫ് അൺഎഡിറ്റഡ് അശ്വതി ശ്രീകാന്ത് എന്ന തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വതി ശ്രീകാന്ത് തൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇത് താരത്തിൻ്റെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. ഏതാനും വർഷങ്ങളായി താരത്തിൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പിഗ്മെന്റേഷനും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് താരം ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ ഏറെ നേരം വെയിലത്ത് നിൽക്കേണ്ടതായി വന്നു. അതിനുശേഷം മുഖത്ത് ഒരു കരിവാളിപ്പ് പോലെ അല്ലെങ്കിൽ ലൈറ്റ് ആഷ് കളർ വന്നതുപോലെയായി. പല ചികിത്സകളും ഇതിനായി നടത്തി. മുഖത്ത് മാത്രമാണ് ഈ വ്യത്യാസം എന്നതിനാൽ മേക്കപ്പ് ചെയ്യുക എന്നതും ഏറെ ശ്രമകരമായി. മുഖമൊഴികെയുള്ള മറ്റ് ശരീരഭാഗങ്ങൾ മറ്റൊരു കളർ ടോണിലായതിനാൽ മേക്കപ്പ് ചെയ്താലും ഒരേ ടോണിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയുമായി. ഇതിനായുള്ള പല ട്രീറ്റ്മെന്റുകളും ചെയ്തു. എന്നാൽ ഒരു ഫലപ്രദമായ ചികിത്സയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. പല ട്രീറ്റ്മെന്റുകളും ചെയ്ത് മുഖത്തിന്റെ സ്കിൻ കൂടുതൽ സെൻസിറ്റീവായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തന്റെ നിലവിലെ ഈ അവസ്ഥ തന്റെ പ്രേക്ഷകരോട് തുറന്നു പറയാൻ തീരുമാനിക്കുകയായിരുന്നു അശ്വതി. വളരെ ലഘുവായി മേക്കപ്പ് ചെയ്തിരുന്ന തനിക്ക് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും വളരെ മേക്കപ്പ് ചെയ്യേണ്ട അവസ്ഥയായി. തനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് തൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനും അതേ അവസ്ഥയിൽ കടന്നുപോകുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകാനും ഈ വീഡിയോ കാരണമാകുമെന്നാണ് അശ്വതിയുടെ പ്രതീക്ഷ. അശ്വതിയുടെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് വീഡിയോ ഇടയിൽ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന നിരവധി പേർ കമൻറ്റുകളുമായി എത്തുന്നുണ്ട്. നിലവിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ചക്കപ്പഴത്തിലെ 2 താരങ്ങൾ തങ്ങളുടെ അവസ്ഥ തുറന്നു പറഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് പ്രേക്ഷകർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.